നമസ്കാരം. ഭാരതത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കർണാടകയിലെ കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം. വിദ്യയുടെയും കലയുടെയും അധിപതിയായ സരസ്വതി ദേവി സർവ്വലക്ഷണങ്ങളോടും കൂടി വാഴുന്ന ഈ മണ്ണിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ ഒരു വലിയ ത്യാഗത്തിന്റെ കഥയുണ്ട്. ആദിശങ്കരാചാര്യർ എന്ന മഹാജ്ഞാനി തന്റെ തപസ്സിലൂടെ ലോകത്തിന് നൽകിയ വരദാനമാണ് ഈ പുണ്യഭൂമി. എന്തുകൊണ്ടാണ് ദേവി ശങ്കരാചാര്യർക്കൊപ്പം കേരളത്തിലേക്ക് വരാതിരുന്നത്? എന്താണ് മൂകാസുരവധത്തിന്റെ പൊരുൾ? നമുക്ക് വിശദമായി അറിയാം. സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി മലനിരകൾ പണ്ട് മഹർഷിമാരുടെ തപസ്സുകൊണ്ട് പവിത്രമായിരുന്നു. അവിടെ കംഹാസുരൻ എന്ന ക്രൂരനായ ഒരു അസുരൻ വസിച്ചിരുന്നു. അവൻ ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാൻ ആഗ്രഹിച്ചു. അതിനായി അവൻ പരമശിവനെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ് ആരംഭിച്ചു. തപസ്സിൽ പ്രസന്നനായ ശിവഭഗവാൻ അവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ദേവലോകം ഭയന്നു. അവൻ ചോദിക്കാൻ പോകുന്നത് അമരത്വമാണെന്നും അത് ലോകത്തിന് നാശമുണ്ടാക്കുമെന്നും ദേവന്മാർ തിരിച്ചറിഞ്ഞു. ഇതിന് പരിഹാരമായി ആദിപരാശക്തിയായ പാർവതീദേവി ഒരു തന്ത്രം പ്രയോഗിച്ചു. വരം ചോദിക്കാൻ അസുരൻ വായ തുറന്ന നിമിഷം സരസ്വതി ദേവി അവന്റെ നാവിലെ സംസാരശേഷി ഇല്ലാതാക്കി. വരം ചോദിക്കാൻ കഴിയാതെ അവൻ മൂകൻ ആയി മാറി. അങ്ങനെ അവൻ മൂകാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ അസുരൻ ഋഷിമാരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ ദേവി തന്നെ ചണ്ഡികാ രൂപം ധരിച്ച് മൂകാസുരനെ വധിച്ചു. മൂകാസുരനെ വധിച്ച ആദിപരാശക്തി അവിടെ മൂകാംബികയായി കുടികൊണ്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവായ ആദിശങ്കരാചാര്യർ തന്റെ ദേശാടനത്തിനിടയിൽ കുടജാദ്രിയിൽ എത്തിച്ചേർന്നു. അവിടെയിരുന്ന് അദ്ദേഹം സർവ്വവിദ്യാസ്വരൂപിണിയായ ദേവിയെ തപസ് ചെയ്തു. തന്റെ ജന്മനാടായ കേരളത്തിൽ കലയ്ക്കും വിദ്യയ്ക്കും ഉണർവ് നൽകാൻ ദേവി അവിടെ വരണമെന്നതായിരുന്നു ശങ്കരന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നയായ ദേവി ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ശങ്കരന്റെ അപേക്ഷ കേട്ട ദേവി ഒരു നിബന്ധനയോടെ സമ്മതിച്ചു. ശങ്കര, ഞാൻ നിന്റെ കൂടെ വരാം. നീ മുന്നോട്ട് നടക്കുക, ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഒരിക്കൽ പോലും നീ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. നീ തിരിഞ്ഞു നോക്കുന്ന നിമിഷം ഞാൻ അവിടെ ഉറച്ചു നിൽക്കും. ശങ്കരാചാര്യർ സന്തോഷത്തോടെ യാത്ര തിരിച്ചു. അദ്ദേഹം മുന്നിൽ നടന്നു. പിന്നിൽ ദേവിയുടെ പാദസരങ്ങളുടെ മനോഹരമായ കിലുകിലു ശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി. വനാന്തരങ്ങളും മലനിരകളും കടന്ന് അവർ യാത്ര തുടർന്നു. യാത്ര കൊല്ലൂർ പ്രദേശത്ത് എത്തിയപ്പോൾ സൗപർണിക നദിയുടെ മണൽപ്പരപ്പിലൂടെ അവർ നടക്കുകയായിരുന്നു. മണലിൽ ചവിട്ടി നടന്നപ്പോൾ ദേവിയുടെ പാദസരത്തിന്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. ശങ്കരാചാര്യർ പരിഭ്രമിച്ചു. ദേവി തന്റെ കൂടെയുണ്ടോ അതോ വഴിയിൽ എവിടെയെങ്കിലും നിന്നുപോയോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആകാംക്ഷയും പരിഭ്രമവും നിയന്ത്രിക്കാൻ കഴിയാതെ തന്റെ നിബന്ധന മറന്ന് അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ദേവി നിൽക്കുന്നുണ്ടായിരുന്നു. ശങ്കര, നീ നിന്റെ വാക്ക് ലംഘിച്ചു. ഇനി ഒരടി പോലും ഞാൻ മുന്നോട്ട് വെക്കില്ല. ഞാൻ ഈ കൊല്ലൂരിലെ മണ്ണിൽ തന്നെ കുടികൊള്ളാൻ പോകുന്നു. തന്റെ അശ്രദ്ധയിൽ ദുഃഖിതനായ ശങ്കരാചാര്യർ ദേവിയുടെ പാദങ്ങളിൽ വീണു മാപ്പിരന്നു. കേരളത്തിലെ ഭക്തർക്ക് വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചു. ശങ്കരന്റെ വിഷമം കണ്ട ദേവി അദ്ദേഹത്തിന് ഒരു വരം നൽകി. ശങ്കര, ഞാൻ കൊല്ലൂരിൽ തന്നെ ഇരിക്കുമെങ്കിലും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ കേരളത്തിലെ നിന്റെ നാട്ടിലുള്ള ചോറ്റാനിക്കരയിൽ എത്തും. പ്രഭാതത്തിലെ നിർമാല്യ പൂജയിൽ ഞാൻ അവിടെ സന്നിഹിതയാകും. അവിടെ ദർശനം നൽകിയ ശേഷമേ ഞാൻ കൊല്ലൂരിലേക്ക് മടങ്ങും. ഇന്നും ഈ വിശ്വാസം നിലനിൽക്കുന്നു. മൂകാംബികാ ക്ഷേത്രത്തിലെ വിഗ്രഹം ശങ്കരാചാര്യർ തന്നെ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ദേവി ചതുർബാഹുവായാണ് വാഴുന്നത്. സ്വയംഭൂവായ ലിംഗത്തിനു മുന്നിൽ ശ്രീചക്രത്തോടുകൂടിയ വിഗ്രഹമാണ് ഉള്ളത്. ഈ ലിംഗത്തിന് നടുവിലൂടെ ഒരു സ്വർണ്ണരേഖയുണ്ട്. അത് ശിവനെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ 3 ഭാവങ്ങളും ചേർന്നതാണ് മൂകാംബികാ സങ്കല്പം. വിദ്യാരംഭത്തിന് ഏറ്റവും പുണ്യമായ മണ്ണും ഇതുതന്നെയാണ്. സൗപർണിക നദിയിലെ തീർത്ഥാടനം രോഗശമനത്തിന് ഉത്തമമാണെന്നും പറയപ്പെടുന്നു. അറിവിന്റെ വെളിച്ചം തേടുന്ന ഏതൊരു ഭക്തനും മൂകാംബികാ ദർശനം ഒരു പുണ്യമാണ്. ശങ്കരാചാര്യരുടെ ഭക്തിയും ദേവിയുടെ കരുണയും ഇഴചേർന്ന ഈ കഥ ഭാരതീയ സംസ്കാരത്തിന്റെ അമൂല്യ നിധിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മൂകാംബികാ ദേവിയെക്കുറിച്ച് പുതിയ അറിവുകൾ നൽകി എന്ന് കരുതുന്നു. ഈ കഥ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ മൂകാംബികയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുത കഥയുമായി നമുക്ക് വീണ്ടും കാണാം.